ലിസ്റ്റ് ഉണ്ടാക്കണം, നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം, അത് സ്വതന്ത്ര ഏജൻസിനെ കൊണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും സമയം നീട്ടുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് എന്തെങ്കിലും ഇൻഡാസ് ഉണ്ടെങ്കിൽ, ഇവരുടെ കമ്പനി ബഡ്സിൽ പെടില്ല എന്നുള്ള എന്തെങ്കിലും ഇൻഡാസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വാദിക്കാനുണ്ടെങ്കിൽ അത് വാദിച്ച് ജയിക്കുന്നതിന് പകരം നമുക്ക് ഒരു 2 മാസത്തിന് ശേഷം എനിക്കൊരു ഡേറ്റ് തരൂ ജഡ്ജി എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുകയാണ്. ജൂൺ മാസം 2-ാം തീയതി. എത്ര കാലമുണ്ട്? ജൂൺ മാസം 2-ാം തീയതി. ഇന്ന് വെറും 4 അല്ല, ഇന്ന് 4 തന്നെ. ഇന്ന് 4 ഇനിയുണ്ട് 2 മാസം. അപ്പോൾ രണ്ടാമത്തെ കേസ് FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി, ഇത് 2ാമത്തെ തവണയാണ് FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അത് മാറ്റി വച്ചിരിക്കുന്നത് മെയ് 29-ാം തീയതി. എന്തായാലും മറ്റേത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 ദിവസത്തെ മുന്നോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേസ് നീട്ടിയിട്ട് 4 വർഷം നമ്മൾ ഈ കേസ് നടത്തും എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അത് ആര് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. 4 വർഷം ഞങ്ങൾ ഈ കേസ് നടത്തുമെന്ന് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. കമ്പനി 4 വർഷം ഒരു വലിയ രീതിയിലുള്ള പ്രതികരണം നിക്ഷേപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നോളൂ. നമ്മൾ പറയുന്നത് എന്തായാലും സംഭവിക്കുന്നതാണ്. 4 വർഷം ഇവർ കേസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഈ ഇന്ന് കാണുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ അവരെ വേറെ തൊഴിൽ തേടി പോയിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് 4 വർഷം കേസ് നടത്താൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നത്.